കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീൻ വെച്ച് എന്നിട്ട് ഇത് രണ്ട് സൈഡ് ഇതുപോലെ മടക്കിയിട്ട് ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മീൻ പൊള്ളിക്കാനായിട്ട് ഞാൻ 4 മുള്ളൻ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് മീൻ വേണേലും പൊള്ളിച്ചെടുക്കാൻ പറ്റും. കരിമീനോ അയല, മത്തി, ആവോലി അങ്ങനെയുള്ള ഏത് ടൈപ്പ് മീൻ വേണേലും ഇതുപോലെ തന്നെ പൊള്ളിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പൊള്ളിക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം സൈസിലുള്ള മീൻ എടുക്കുക. ഒരുപാട് വലുതായാലും അവയൊക്കെ വെന്ത് കിട്ടാൻ പാട് വരും. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള മീൻ എപ്പോഴും എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യം ഈ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നാരങ്ങാനീര് ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. ഇതിന് നനവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളമോടെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായിക്കൊണ്ട് പൊടികളൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മീനെ തേച്ച് പിടിപ്പിക്കാം. അതിന് മുമ്പായിട്ട് മീനൊന്ന് വരഞ്ഞു കൊടുക്കാം. മീൻ ഓരോന്നെടുത്ത് വരഞ്ഞു കൊടുക്കാം. അപ്പം മസാലയൊക്കെ നന്നായിട്ട് മീനിൻ്റെ അകത്ത് പിടിക്കും. ഇതുപോലെ എല്ലാ മീനും വരഞ്ഞു കൊടുക്കാം. ഇപ്പോൾ എല്ലാ മീനും ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഓരോ മീനിലും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മീനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. മീൻ പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കാനായിട്ട് 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 5 വെളുത്തുള്ളി, ഒരു 50 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഈ കല്ലിലിട്ട് ചെറുതായിട്ട് ചതച്ചെടുക്കുക. ഇനി കല്ല് ചതയ്ക്കാൻ പാടാണെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അതുപോലെ ചെറിയുള്ളി ഇത് വലുതാണെങ്കിൽ ഒരു 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം, ചെറുതാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ചെറിയുള്ളി നമ്മുടെ അടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ പൊളിച്ചെടുക്കാൻ പാടുള്ളവർക്ക് സവോള ഉപയോഗിക്കാം. സവോള എടുക്കുകയാണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക. പക്ഷേ സവോള ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല ചെറിയുള്ളിയാണ്. സവോള വഴറ്റി വരുമ്പോൾ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് അതിനേക്കാളും നല്ലത് മീനിനൊക്കെ ആ മധുരത്തിൻ്റെ ടേസ്റ്റ് അത്ര നല്ലതല്ല. ചിക്കനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ മീനിനൊക്കെ ഇതുപോലെ ചെറിയുള്ളി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള ഉള്ളിയാണെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്യാം. ഇനി ചെറുതാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. ഇതുപോലെ ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ഇതിൽ ചതച്ചെടുക്കാം. ഇപ്പം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇഞ്ചി ആയിട്ടുണ്ട്. ഇനി പച്ചമുളക് ചതച്ചെടുക്കാം. ഇപ്പം പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള 2 തക്കാളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം തക്കാളി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫിഷൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അപ്പം പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീനൊക്കെ പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 5-6 കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുവാണെങ്കിൽ രുചിയും മണമൊക്കെ കൂടുതൽ ഫിഷിന് കിട്ടും.
ഇതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇത് നാലൂടെ ഈ പാത്രത്തിൽ പോകത്തില്ല, അതുകൊണ്ട് ഇത് രണ്ടായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ച് രണ്ട് സൈഡ് ഒരു 5 മിനിറ്റ് വീതം ലൈറ്റായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരു സൈഡായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡ് ഒരു 5 മിനിറ്റോളം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീനൊക്കെ ആയിട്ടുണ്ട്, ഇത് എടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഒരു മീനോട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഇതുപോലെ തന്നെ ചെറുതായിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഈ മീനായിട്ടുണ്ട്, ഇതെടുക്കാം. ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ മീൻ വറുത്ത പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേറൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിത് ഉപ്പ് പാകത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ചേർക്കുന്നില്ല. ഇതായിട്ടുണ്ട്, ഇത് അടുപ്പത്തൊന്ന് മാറ്റാം. ഇനി മീൻ പൊള്ളിച്ചെടുക്കാനുള്ള വാഴയില വാട്ടിയെടുക്കാം. വാഴയില ഇതുപോലെ വാട്ടിയെടുക്കുകയാണെങ്കിൽ കീറിപ്പോകാതിരിക്കും. പിന്നെ വാഴയിലൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. വാഴയിലയുടെ പുറകിൽ നിന്ന് ഇതുപോലെ കീറി ഞാൻ നാരെടുത്തിട്ടുണ്ട്. ഇനി ഈ വാഴയിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീൻ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല കൂടെ ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് 2-3 കറിവേപ്പിലയും ഒരു പച്ചമുളകൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് 2 സൈഡ് ഇതുപോലെ മടക്കിയിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ മടക്കിയെടുക്കുക. വാഴയില നാര് കൊണ്ട് കെട്ടിയെടുക്കുക. ഇനി വാഴയില നാരില്ലെങ്കിൽ നമുക്ക് നൂല് കൊണ്ടാണെങ്കിലും ഇതുപോലെ കെട്ടിയാൽ മതി. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ കെട്ടി വെച്ചിരിക്കുന്ന വാഴയില വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഇലയൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് തുറന്ന് വെച്ച് 2 സൈഡ് 5 മിനിറ്റ് വീതം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. അടച്ചൊന്നും വെക്കണ്ട, ഇതുപോലെ തുറന്നിരുന്ന് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു സൈഡ് ആയിട്ടുണ്ട്, തിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഇപ്പം 2 സൈഡും ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായി മീൻ പൊള്ളിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.